ആഡംബര ചുംബികളായ മലനിരകളാലും ശാന്തസുന്ദരവും പ്രകൃതി ഭംഗിയാലും അനുഗ്രഹീതമായ ഒരു ഭൂപ്രദേശമാണ് കെ റോഡിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഇടുക്കി ജില്ലയിലെ പാമ്പിനാറിനടുത്തുള്ള പട്ടുമല. കോട്ടയം നഗരത്തിൽ നിന്നും 85 കിലോമീറ്റർ കിഴക്കോട്ടും കേരളത്തിൻ്റെ അതിർത്തി പ്രദേശവും പ്രസിദ്ധ ടൂറിസ്റ്റ് കേന്ദ്രവുമായ തേക്കടിയിൽ നിന്ന് 30 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും സഞ്ചരിച്ചാൽ അനുഗ്രഹീതമായ പ്രസിദ്ധ പട്ടുമല മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരാം. വേളാങ്കണ്ണിയിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവന്ന തിരുസ്വരൂപമാണ് ഇവിടെയുള്ളത്. തകർന്ന കുടുംബങ്ങൾ ഒന്നിക്കുക, കുടുംബത്തിൽ ശാന്തി സമാധാനം കൈവരിക, സന്താന സൗഭാഗ്യമില്ലാത്ത ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ലഭിക്കുക, നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്നവർ തിരിച്ചെത്തുക, യുവതി യുവാക്കൾക്ക് അനുയോജ്യമായ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിന് സാധിക്കുക, മദ്യപാനം, ചൂതുകളി മുതലായ ദുഷ്പ്രവണതകൾ മുഴുകിയിരിക്കുന്നവർക്ക് അതിൽ നിന്ന് പരിപൂർണ മോചനം ലഭിക്കുക, രോഗങ്ങൾ സുഖപ്പെടുക, കാണാതായ വസ്തുക്കൾ കണ്ടുകിട്ടുക എന്ന് തുടങ്ങി അനേക അനുഗ്രഹങ്ങൾ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടിയവരെ പലരും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പട്ടുമല പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് പൂർണ്ണ അംഗീകാരം കൽപ്പിച്ചു തന്നിട്ടുള്ളതുമാണ്. ചെറിയ മഴ പൊടിയുന്നുണ്ട്. കയറി വരുമ്പോൾ മനോഹരമായ കിളികളെ വളർത്തുന്ന കൂടുകളെയൊക്കെ നമുക്ക് കാണാം. രാവിലെ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചതുകൊണ്ട് അമ്മയെ ബലിക്കായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. നിരവധിയായ അത്ഭുത സിദ്ധികളാൽ തൻ്റെ ആശ്രിതരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്ന അമ്മയോടുള്ള ഭക്തി സൂചകമായി 1998 ഏപ്രിൽ 15 മുതൽ നിത്യാരാധന തുടങ്ങുകയും പട്ടുമല മാതാവിൻ്റെ മക്കൾ എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് ജീവസ്വറ്റ പ്രാർത്ഥനയും ഭക്തികർമ്മങ്ങളും അവരുടെ നേതൃത്വത്തിൽ നടത്തിവരികയും ചെയ്യുന്നു. 2008 മാർച്ച് 9 ഞായറാഴ്ച 4:35 പരിശുദ്ധ പട്ടുമല മാതാവ് കൊച്ചിയിൽ നിന്നുള്ള ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ദർശനം നൽകി. ആ സ്ഥലത്താണ് കൽക്കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിനുശേഷം അവിടെ ഒരു താൽക്കാലിക ഷെഡ് പണിയുകയും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള സ്ഥലമായി മാറി. 2018 ഈ ഷെഡ് മാറ്റി ഗ്രൂട്ടോ പണിതു. ഇപ്പോൾ നമ്മൾ പോകുന്നത് നിത്യാരാധന ചാപ്പലിലേക്കാണ്. നല്ല മഴയുണ്ട്. അപ്പം നമ്മൾ ഓടിയാണ് ഇതിലേക്ക് കയറുന്നത്. അല്പനേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. വൃക്ഷ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത് പണിത മനോഹരമായ നിത്യാരാധന ഓരോ സ്ഥലത്തെയും തിന്മകൾ മാറാൻ നിത്യാരാധന ചാപ്പലുകൾക്ക് സാധിക്കും. നമ്മുടെ ആവശ്യങ്ങൾ വിഷമങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അത് നിത്യാരാധന ചാപ്പലിലുള്ള ഈശോയുടെ അടുത്ത് പോയിരുന്ന് പറയുക. ഈശോയുടെ അടുത്ത് ചെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടാത്ത ഒരു കാര്യമില്ല. ഇപ്പോൾ കുർബാന പള്ളിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ആ പള്ളിയുടെ മെയിൻ പള്ളിയുടെ ബാക്കിൽ കൂടെ പോവുകയാണ്. അവിടെ നമുക്ക് തിരിച്ച് കാണാൻ സാധിക്കുന്ന ജവമാല മരമുണ്ട്. പിന്നെ ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ പരിശുദ്ധ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഗ്രൂട്ടോ, ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ചുറ്റുമുള്ള വശങ്ങളെല്ലാം ഞാനിപ്പോൾ കാണിച്ചു തരാം. പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നിങ്ങളും പ്രാർത്ഥനയോടുകൂടെ ഈ വീഡിയോ കാണുമ്പോൾ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും ലഭിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ പട്ടുമല മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം പരിശുദ്ധ ജനനിയുടെ അപേക്ഷപ്രകാരം കാനയിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ടാണല്ലോ. ദൈവമാതാവ് എന്നും എക്കാലത്തും ആശ്രിത വത്സലയാണ്. അഭയം തേടുന്നവരിൽ അനുഗ്രഹവർഷം ചൊരിയുന്ന വരദായിനിയായ പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രം കേരളത്തിലെ കൊച്ചു വേളാങ്കണ്ണി എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ ജപമാല മരം, ഇതാ നോക്കിക്കേ, എന്തുമാത്രം ജപമാലകളാണ് ഓരോരുത്തരും തൂക്കിയിട്ടിരിക്കുന്നത്. അവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളാണ് കേട്ടോ. ഒരുപാട് അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇതിൻ്റെ ഈ ഇടയ്ക്ക് നോക്കിയാൽ അറിയാം പരിശുദ്ധ ദേവമാതാവിൻ്റെ ഒരു ചെറിയ രൂപം. ഞാനത് നോക്കട്ടെ, സൂം ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ. ഇതാ മാതാവിൻ്റെ ഒരു രൂപമുണ്ട് കേട്ടോ. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? അമ്മേ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. മോന് എബിൻ ഇവിടെ എല്ലാം വന്ന് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ എല്ലാം ഓടി നടന്ന ജപമാലകളൊക്കെ നോക്കി മാതാവിനെ ഭയങ്കര കാര്യമാണ്. മോനാണ് ഈ മാതാവിനെ എനിക്ക് കാണിച്ചു തന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോഴൊന്നും മാതാവ് ഉണ്ടായിരുന്നില്ല. ആ രൂപമേ, ചെറിയ രൂപം മരത്തിൽ. സെപ്റ്റംബർ 8 ഭയങ്കര ഒരു ആഘോഷമാണ് ഇവിടെ. എല്ലാം നിറയെ ആളുകളുണ്ടായിരിക്കും. ഇരിക്കാൻ പോലും സീറ്റ് കിട്ടത്തില്ല. അതൊരു വരണം കേട്ടോ. ഇവിടെ എല്ലാം ഒന്ന് കണ്ട് മാതാവിൻ്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേരിട്ട് വാങ്ങിക്കണം കേട്ടോ. ഇവിടെ വരുന്നത് തന്നെ ഒരു വല്ലാത്ത മനസ്സിന് എന്തൊരു ആനന്ദമാണെന്നറിയോ. നമ്മൾ ഒക്കെ ഭയങ്കര വിഷമവും എന്താ പറയുന്നത്, ആരോടും പറയാൻ പറ്റത്തില്ലാത്ത വിഷമമൊക്കെ ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. മാതാവിൻ്റെ അടുത്ത് വന്ന് നമ്മളതൊന്ന് ഇറക്കി വെച്ചാൽ തിരിച്ച് വരുമ്പോൾ നമ്മൾ പോയ പോലെ ആയിരിക്കത്തില്ല തിരിച്ച് വരിക. അതേപോലെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മുടെ ഒരു മനസ്സിലുണ്ടാവും. ഇവിടെ വന്ന് അത് ഫീൽ ചെയ്താലേ നമുക്കത് പിന്നെ നമ്മുടെ ചുമ്മാ ഒരു ഇതായി വരുന്നത് കാണാൻ വേണ്ടിയായിട്ട് വരരുത്. എൻ്റെ മാതാവിൻ്റെ അടുത്തേക്ക്, എൻ്റെ ഈശോയുടെ അമ്മയുടെ അടുത്ത്, അല്ല എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരുന്നത്, എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് ഞാൻ വരുന്നത് എന്നുള്ള ആ ഒരു ഫീലിംഗ് കൂടെ, ഒരു അറ്റാച്ച്മെൻറ്റോടെ ഇവിടെ ഈ പള്ളിയിലേക്ക് വരണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അമ്മയുടെ അനുഗ്രഹങ്ങൾ ശരിക്കും കിട്ടുക. സുഗന്ധാഭിഷേകമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. മാതാവിൻ്റെ ആ സാന്നിധ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒത്തിരി. ഞാൻ അമ്മയ്ക്കും വീട്ടിൽ എന്താവശ്യം ഉണ്ടായാലും ഞങ്ങൾ ഓടി മാതാവിൻ്റെ അടുത്തേക്ക് ഓടുന്നത്. പരിശുദ്ധ പട്ടുമല മാതാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണേ. അത് ഞങ്ങളുടെ സ്വന്തം മാതാവാണ് പട്ടുമല മാതാവ്. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. പാട്ടൊന്നും എനിക്ക് പാടാനൊന്നും അറിയത്തൊന്നുമില്ല. എങ്കിലും ഇവിടെ വന്നപ്പോൾ ഒരു പാട്ടൊക്കെ വന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ അമ്മമാരെയൊക്കെ എന്ത് കാര്യമല്ലേ. അപ്പോൾ ഈശോയ്ക്ക് തൻ്റെ അമ്മയെ എന്ത് ഇഷ്ടമായിരിക്കും അല്ലേ. കുരിശിൻ്റെ വഴിയിലൊക്കെ കൂടെ നടന്ന ആ അമ്മയുടെയും മകൻ്റെയും ചിത്രം ഒന്ന് മനസ്സിലേക്ക്. അയ്യോ, എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം സ്പർശിച്ച ഒരു രംഗങ്ങളാണ്. വഴിയിൽ കരഞ്ഞു വന്നു ഒരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി അല്ലേ. ആ അമ്മയെ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം അല്ലേ. ഈ അമ്മയ്ക്ക് ഒരിക്കലും നമ്മളെ ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലേ. നമുക്ക് ഒന്ന് കണ്ണ് നിറഞ്ഞ് പരിശുദ്ധ അമ്മയ്ക്കും കണ്ണ് നിറയും. അമ്മ ഓടിച്ചെന്ന് ഈശോൻ്റെ പറയും, ഈശോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെയ്ത് കൊടുക്കുക. അവരെന്തോ വിഷമിക്കുന്നുണ്ട് കേട്ടോ, അവരുടെ കാര്യം എന്താണെന്ന് വെച്ചൊന്ന് വേഗം റെഡിയാക്കി കൊടുത്തേക്കണേ. എന്തല്ലേ നമ്മൾക്ക് ഒരു റെക്കമെൻഡേഷനായിട്ട് നമ്മുടെ അമ്മ. ഇതിനേക്കാളും വലിയ ഗിഫ്റ്റ് ഇനി ഈശോ നമുക്ക് എന്ത് ഗിഫ്റ്റ് ഇനി തരാനുള്ളല്ലേ. ധന്യയായ മാതാവേ, തിരുസഭയുടെ സംരക്ഷകയെ, നിത്യം സ്വർഗത്തിൽ വാഴുന്ന ജനനി, അവിടുത്തെ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജീവിത ക്ലേശങ്ങൾ ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. കുരിശാണ് ശക്തിയെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. നിൻ്റെ പുത്രൻ കുരിശിൽ മരിച്ച് ഞങ്ങളെ വീണ്ടെടുത്തുവല്ലോ. ഉദ്ധാനത്തിൻ്റെ പ്രത്യാശയോടെ കുരിശു വയ്ക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. നിരാശയിലും അന്ധകാരത്തിലും നിവധിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനത്തിൻ്റെ കതിരുകളെ വീശണമേ. അങ്ങേ തിരുക്കുമാരൻ്റെ അനന്തകാരുണ്യത്തിൽ ആശ്രയിച്ചും യാചിക്കുന്ന ഏവർക്കും നൽകപ്പെടും എന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ടും അവിടുത്തെ പ്രാർത്ഥനയുടെ വല്ലഭത്വത്തിലുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ
ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എന്താണോ നിങ്ങളുടെ ആവശ്യം അത് ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. മാതാവയ്ക്ക് അമ്മേ മാതാവേ, ഞങ്ങൾ മനസ്സുകൊണ്ട് ഇപ്പം പട്ടിമല മാതാവിൻ്റെ അടുത്താണ്. അമ്മ ഈ പ്രാർത്ഥന അപേക്ഷ സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. മാതാവ് ഉറപ്പായിട്ടും അത് സാധിച്ചു തരും. പരിശുദ്ധ പട്ടിമല മാതാവേ, ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 40 മണിക്കൂർ ആരാധന നമുക്കിവിടെയുണ്ട്. ഏപ്രിൽ 27 മുതൽ മെയ് 1 വരെ. പിന്നെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാവുന്ന ദിവസങ്ങളുണ്ട്. ഓഗസ്റ്റ് 15, സെപ്റ്റംബർ 8, ഒക്ടോബർ 4, ഡിസംബർ 8, ബുധൻ, ശനി എന്ന ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിലും ആരാധനയും അരമണിക്കൂറെങ്കിലും സംബന്ധിക്കുന്നവർക്കും എല്ലാ രണ്ടാം ശനിയാഴ്ചയും രാവിലെ 9 മണി മുതൽ 2 മണി വരെ ഉപവാസ കൂട്ടപ്രാർത്ഥനയും ഇവിടെ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പോകുന്നത് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തേക്കാണ്. ഇരുവശത്തും കുരിശിൻ്റെ വഴിയുടെ ഇതൊക്കെ കാണാം, ഫോട്ടോസൊക്കെ കാണാം. മാതാവ് അവിടെയാണ് നമുക്ക് തിരി കത്തിക്കാവുന്നൊരു സ്ഥലമുണ്ട്. മോൻ ഹായ് കാണിക്കുന്നുണ്ട് കേട്ടോ. നീ എത്ര മനോഹരമായിട്ട് നോക്കി, എന്ത് രസമല്ലേ കാണാൻ. ആ ഷേപ്പ് നോക്കിക്കേ. ഇവിടെ ആരൊക്കെയോ തിരി കത്തിക്കുന്നുണ്ട്. മാതാവ് അവിടെ ഒരു കുറച്ച് ഇതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്. ഇടതുവശത്തൂടെ പോയ ഇടതുവശത്തും വലതുവശത്ത് സ്റ്റെപ്സ് ഉണ്ട്. ഇതിൻ്റെ മുകളിലാണ് മാതാവ് ഉള്ളത് കേട്ടോ. കണ്ട, പിന്നെ കണ്ട കുരിശടി കണ്ട, എന്ത് രസമല്ലേ. ഇനി ഒരു വലിയൊരു ജപമാല ഉണ്ടാ, പ്രാർത്ഥിച്ച കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. കുട ചൂടിയിട്ടാണ്. മോൻ തലയിൽ ഇതൊക്കെ കർച്ചീഫൊക്കെ ഇട്ട് ഒരു നന്മ നിറഞ്ഞ മറിയൊക്കെ ചൊല്ലി കയറി പോകണം. അപ്പോൾ എന്തൊരു അനുഗ്രഹമാണെന്നറിയോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. ഇവിടെ വന്ന് ഇനി മാതാവിൻ്റെ അടുത്ത് നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളെല്ലാം പറഞ്ഞ്, എന്ത് ഭംഗിയല്ലേ, എന്ത് സുന്ദരിയാണ് നമ്മുടെ മാതാവല്ലേ. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, വെളിപാട് 12 പറഞ്ഞിരിക്കുന്ന ആ മാതാവ്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ട് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. ഇത് മാതാവാണ് ശരിക്കും പറഞ്ഞ വെളിപാട് 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ അല്ലേ മാതാവിൻ്റെ ആ ശക്തി അല്ലേ. ഈശോ എന്തുമാത്രം മാതാവിനെ ഇഷ്ടപ്പെടുന്നത്, ഈശോ എത്രമാത്രം മാതാവിനെ നമുക്ക് സ്നേഹത്തോടെ നമുക്ക് തന്നിരിക്കുന്നില്ലേ. അയ്യോ, മാതാവിൻ്റെ കൈ പിടിച്ച് മാതാവ് ഒരിക്കലും നമ്മളെ കൊണ്ട് വെറുതെ നമ്മൾ കളയത്തില്ലെന്നേ. മാതാവ് നമ്മളെ സ്വർഗത്തിലെത്തിച്ചിരിക്കും. പരിശുദ്ധ മാതാവിനെ അത്രയും നമുക്ക് സ്നേഹിക്കാം, ചങ്കോട് ചേർത്ത് നിർത്താം മാതാവിനെ. പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയ സംരക്ഷണം പരിശുദ്ധ ദേവമാതാവ്. മാതാവിനോട് ഭക്തിയുള്ള, ജപമാല ഭക്തിയോടും അതുപോലെ തന്നെ മാതാവിൻ്റെ കാപ്പയ്ക്കുള്ളിൽ പൊതിയപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടിയും ഒരാപത്തിലും പോയി വീഴത്തില്ലെന്നേ. അതല്ലേ ദൈവം തരുന്നൊരു ഉറപ്പ്. മാതാവിന് എന്താ പറയുന്നത്, അത്ര ശക്തിയുള്ളത്. വിശുദ്ധി, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ പരിശുദ്ധ ദേവമാതാവ് നമ്മളെ കാത്തുകൊള്ളും. അത് എന്താ, അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ മക്കളൊക്കെ മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണം. അമ്മേ മാതാവേ, എൻ്റെ കുഞ്ഞ്, എൻ്റെ മോള് ഇതുപോലെ പുറത്തേക്ക് പോവുക, എൻ്റെ മക്കൾ പുറത്തേക്ക് പോവുക, എൻ്റെ മക്കളുടെ വിശുദ്ധി, എൻ്റെ മക്കളുടെ എല്ലാ മാതാവ് ഏറ്റെടുത്തോണേ, അവരുടെ കൈകളിൽ വഹിച്ചോണേ, അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞോണേ. ഒറ്റ പ്രാർത്ഥന,
ഇത് ശരിക്കും ഭയങ്കര എഫക്റ്റീവാണ്. ഇതാ നമ്മുടെ ജവമാര മരം. വിവിധ മതവിഭാഗങ്ങളിലുള്ള ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അനുഗ്രഹം പ്രാപിക്കാറുണ്ട്. വിളിച്ചാൽ ഉപേക്ഷിക്കാത്ത നമ്മുടെ അമ്മ പരിശുദ്ധ ദേവമാതാവ്, പരിശുദ്ധ പട്ടുമല മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോള് കാണാം. അവിടെ കുർബാനയ്ക്കുള്ള പണം, അതുപോലെ തന്നെ നോവേനയ്ക്കുള്ള പണം, ഇതൊക്കെ നമുക്ക് അടയ്ക്കാം. ഇത് റോസറികൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, രൂപങ്ങൾ, ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളുടെ സമയക്രമങ്ങളൊക്കെയാണ്. അത് ഞാൻ ഒന്ന് കാണിക്കുന്നുണ്ടെന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ സ്റ്റോള്. നമുക്കിവിടെ വീണ്ടും ഞങ്ങൾ പള്ളിക്കുള്ളിൽ കയറി കുർബാന കഴിഞ്ഞു. ഇപ്പം ഇത് ഉണ്ണീശോയുടെ നടന്ന് ആളുകൾ പ്രാർത്ഥിക്കുന്നതാണ്. ഇനി ആനവാതിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ നേരെ കാണുന്ന മാതാവുണ്ടല്ലോ, അവിടെയാണ് ആളുകൾ പോയി പ്രാർത്ഥിച്ച് പട്ടൊക്കെ വെക്കുന്നത് കേട്ടോ. ഇത്തിരി നന്ദി. ഇനി നമ്മളൊന്ന് ഇറങ്ങി വരുന്നൊരു ഭാഗമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ രൂപമാണ് അവിടെ കാണുന്നത്. പിന്നെ ഞാൻ നേരെ താഴെ, ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ, ഒരു പഴയ ഒരു പറയാൻ വിട്ടുപോയല്ലേ, പഴയ ഒരു കപ്പേള ഉണ്ടായിരുന്നു നമുക്ക്, മാതാവിൻ്റെ പഴയ പള്ളി. അപ്പം അതും കൂടെ ഒന്ന് വേഗത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയോ. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, നിരാശകളുടെടുത്ത് പ്രത്യാശ, അന്ധകാരമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. ആമേൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സമാധാന പ്രാർത്ഥനയാണ് ഇപ്പോൾ ഞാൻ ചൊല്ലിയത്. ഇവിടെ മുകളിലും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി മുകളിലാണ് നമ്മുടെ പാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നടന്നാണ് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇരുവശത്തും ഏലം, അതുപോലെ നല്ല പിന്നെ ഫലവൃക്ഷങ്ങളൊക്കെ കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ വരണം. ഇവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും, പിന്നെ പ്രാർത്ഥനകൾക്ക് ഉത്തരവും പട്ടുമല മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നാൽ ലഭിക്കുകയും ചെയ്യും. ഇത് ആ ഓട്ടോ കിടക്കുന്നത് മാതാവിൻ്റെ ആ പഴയ പള്ളിയോട് മുന്നിലാണ് കേട്ടോ. അപ്പം ഞാനിനി അങ്ങോട്ട് ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അത് ക്ലോസ്ഡ് ആയിരിക്കും, ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഞാൻ മാതാവിനെ കാണിക്കാം കേട്ടോ. ദേ ഇവിടെ എല്ലാം ചുറ്റിയിട്ട്, ദേ മോൻ പുറകെ നടന്ന് വരുന്നുണ്ട്, കടയൊക്കെ വെച്ച് ഇങ്ങനെ കുത്തിപ്പിടിച്ച്, കാലം കുടയൊക്കെ പിടിച്ചിട്ട്. ഇതാ ഇതിലേക്ക് മാതാവിൻ്റെ അടുത്തേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാ എത്തി. ഞാൻ ഇത് തുറക്കുന്നു, മാതാവിനെ നോക്കുന്നു, എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റേതായ നിയമങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അറിയാമല്ലോ, വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയിലൊക്കെ വരുമ്പോൾ നമുക്ക് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. കാരണം അത്രയും പേരുടെ വേദനയും കണ്ണുനീരും അപേക്ഷകളൊക്കെ ഈ അന്തരീക്ഷത്തിൽ കെട്ടിക്കിടക്കുകയല്ലേ. അതൊക്കെ നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു അനുഗ്രഹമായിട്ട് കിടക്കും.
അപ്പോൾ ഇറങ്ങാം അല്ലേ. അപ്പം എൻ്റെ കൂടെ സഞ്ചരിച്ച് എൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ ഒപ്പം സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.